അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുട്ടയൊന്നും ചേർക്കാത്ത ഒരു നാടൻ കുഴലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഈ കുഴലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഉള്ളിയും ജീരകമൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് വലിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 8-9 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ്. ഇത് നന്നായിട്ട് വെള്ളമൊന്നും കൂട്ടാണ്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നൈസ് പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത പൊടിയാണ്. 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 2 കപ്പാണ് കേട്ടോ. അപ്പോൾ പൊടിയുടെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ നിങ്ങൾ ഉള്ളിയും ജീരകവും അതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴലപ്പം ശരിയായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അളന്നിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയും ജീരകത്തിൻ്റെ ഈ ഒരു സ്മെല്ലാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റുമാണ് ഈ കുഴലപ്പത്തിന് നല്ലൊരു ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് ഒരു കറക്റ്റ് അളവ് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചിലരിത് പൊടി വാട്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പൊടി വാട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഒരുപാടായി പോകണ്ട. ഞാനിവിടെ വെള്ളം അളന്നിട്ടല്ല ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പത്തിരിയൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. വറുത്ത എള്ളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജീരകം ചേർത്തിട്ടില്ല, എള്ള് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എള്ളും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് കുഴക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പാകം മനസ്സിലാവും. ഒരുപാട് ലൂസായി പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റായി പോകരുത്. ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പരത്തിയിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോയിൽ പോലെ കിട്ടൂല. അത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് സാധാരണ നമ്മൾ നൈസ് പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു മാവിൻ്റെ പാകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാകത്തിന് നല്ല പോലെ തന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഈ മാവിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുഴച്ചെടുത്താൽ വേഗം ചെറിയ ഉരുളകളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ കുഴലപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വലിയ ഉരുളകളാക്കുക, ചെറുതാണെങ്കിൽ ചെറിയ ഉരുളകളാക്കുക. അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി പ്രസ്സിൽ കുറച്ച് ഓയിലും തടവിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് അതൊന്ന് ചുരുട്ടിയെടുത്താൽ മതി. അപ്പോൾ പഴമക്കാരൊക്കെ ചെയ്തിരുന്ന പറഞ്ഞാൽ വാഴൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ട് കോയിൽ വെച്ചിട്ടൊക്കെ റോൾ ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ വളരെ ഈസിയാണ്. ഇതുപോലെ പ്രസ്സിലൊന്ന് അമർത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് പാകമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുഴൽ പോലെ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. മുഴുവനായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ അതുപോലെ പഴയ പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുക. എന്നാലും നമുക്ക് ആ ഒരു നാടൻ കുഴലപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുള്ളൂ. ഓയിലാവുമ്പോൾ അത്രയും ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. ഒരു 2-4 ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഒഴിച്ചിട്ട് ഒന്നിച്ച് അങ്ങനെ ഒരു കുറേ കൂടുതലായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ഒഴിക്കണം നമ്മൾ.
അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. നല്ല ചൂടായിട്ടുള്ള ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കുഴലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം മാത്രം കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു അരിപ്പയിൽ എന്തിലേലും ഇട്ട് വെക്കുക. എന്നാൽ ബാക്കി ഉൾഭാഗത്ത് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുഴൽ പോലല്ലേ, അപ്പോൾ ഉൾഭാഗത്ത് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് വാർന്ന് പോയിക്കോളും. ഒട്ടും തന്നെ ഓയിൽ കുടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അളവുകളൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.